ഹായ് നമസ്കാരം. ഓട്ടോഫൈ ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസിൻ്റെ മെയിൻ നമ്മുടെ ഐറ്റം ആണല്ലോ, അപ്പോ സ്റ്റൂ ആണല്ലോ. അപ്പം നമുക്ക് ആദ്യം ഒരു അപ്പത്തെ തുടങ്ങാം. സ്റ്റൂ ഇതിൻ്റെ പുറകെ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് അരിയിൽ നിന്ന് വിട്ട് പിടിച്ച് നമുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു പാലപ്പം ഉണ്ടാക്കാം. നമ്മളൊരു 1/4 കിലോയോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമുക്കത് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ചോറ് ഇട്ട് കൊടുക്കാം. നമ്മളെ സാധാ റേഷനരി കേട്ടോ, നമ്മുടെ റേഷനരിയുടെ ചോറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമ്മളൊരു അരമുറി തേങ്ങയുടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ്, നമ്മൾ ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അടിച്ചെടുത്ത മിക്സ് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരയ്ക്കകത്ത് ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ഉണ്ടാകുന്ന അപ്പം ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു 15 മിനിറ്റ് നമുക്കിത് നടച്ച് വെക്കാം. 15 മിനിറ്റ് കൊണ്ട് ഇത് പൊങ്ങി വരും. 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ മാവൊക്കെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി പാലപ്പം ചുട്ട് തുടങ്ങാം. അതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മാവ് ഒഴിച്ച് തുടങ്ങാം. നമ്മുടെ അപ്പമൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എടുക്കാം. സോഫ്റ്റ് പാലപ്പം. അപ്പോൾ നമ്മുടെ മൊരിഞ്ഞ നല്ല സോഫ്റ്റ് ഗോതമ്പ് പൊടി പാലപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഈ ഐറ്റം ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് പരീക്ഷണാടിസ്ഥാനത്തിൽ നോക്കിയതാണ്. നല്ല സോഫ്റ്റ് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ആ ഗോതമ്പ് പൊടിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഒരു സാധനം അടിപൊളിയാണ്. നമ്മളാ തേങ്ങായും ആ ചോറും ആ പഞ്ചസാര കിട്ടപ്പെടുന്ന മധുരം എല്ലാം വന്നപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട്. അപ്പം അരിയാഹാരമൊക്കെ കഴിക്കാൻ മേലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ ക്രിസ്മസിന് ഈ ഗോതമ്പ് പാലപ്പം ആയിക്കോട്ടെ. അപ്പം എല്ലാവർക്കും ഒരു വെറൈറ്റി പരീക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.